മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 സാമുവേൽ 8:9 1 സാമുവേൽ chapter 8 verse 9. അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക, എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. നാം എല്ലാം സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സമൂഹത്തെ അവഗണിച്ചാൽ ജീവിതം പ്രയാസമാണ്. ഒരു ആദർശവുമില്ലാതെ അധപ്പതിക്കുന്ന സമൂഹത്തോട് താതാത്മ്യം പ്രാപിച്ചാൽ നമ്മളും അധപ്പതിക്കും. നമ്മുടെ ബോധ്യവും വിശ്വാസവും ഉപേക്ഷിക്കാതെ പൊതുജനങ്ങളുടെ ആശയങ്ങളെ കണക്കിലെടുത്ത് തീരുമാനം ചെയ്യുകയാണ് ശരിയായ മാർഗം. സാമുവേൽ പ്രവാചകന്റെ കാലം വരെ ഇസ്രായേലിന്റെ ജീവിത രീതി ഒരു സഭയുടെ മാതൃകയിലായിരുന്നു. പ്രവാചകന്മാരവരെ നയിച്ചു. ചുറ്റുപാടുള്ള ജനതകൾക്ക് രാജാക്കന്മാരോടുള്ളതുപോലെ അവർക്കും ഒരു രാജാവ് വേണമെന്ന് അവർ ആഗ്രഹിച്ചു. സാമുവേൽ അതിഷ്ടപ്പെട്ടില്ല. ദൈവം സാമുവേലിനോട് എപ്രകാരം പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. വരുവാൻ സാധ്യതയുള്ള ആപത്തിനെ പറ്റി അവരോട് പറയണം. അതിനുശേഷം അവർ എന്ത് തീരുമാനമെടുക്കുന്നുവോ അതിനോട് യോജിക്കണം. അവരുടെ അപേക്ഷ അനുസരിച്ച് പ്രവർത്തിക്കണം. സ്വന്തം അഭിപ്രായം വ്യക്തമായി പറയുകയും പിന്നീട് പൊതുവായി ചെയ്യുന്ന തീരുമാനത്തെ ബഹുമാനിക്കുകയും വേണം. ഈ ഉപദേശമനുസരിച്ച് സാമുവേൽ പ്രവർത്തിച്ചു. നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയണം. ആവുന്നത്ര അത് മറ്റുള്ളവരെ ധരിപ്പിക്കുവാൻ ശ്രമിക്കണം. അവസാനം എല്ലാവരും ചേർന്ന് എന്ത് തീരുമാനത്തിലെത്തുന്നുവോ അതിനെ ബഹുമാനിക്കണം. അതെ, ജനായത്ത ഭരണത്തിന്റെ അടിസ്ഥാനം ഇതാണ്. നാം തെറ്റിക്കൂടായ്മയുള്ളവരെ ആകണമെന്നില്ലല്ലോ. നാം നിർബന്ധ ബുദ്ധികളാകരുത്. പലരുടെ ചിന്തകൾ ഒരുമിച്ച് ചേരുമ്പോൾ പുതുതായി ഒരു വ്യക്തിത്വവും ആരുടേതുമല്ലാത്തൊരു നൂതന ആശയവും ഉയർന്നു വരും. അതിനെ ബഹുമാനിക്കുവാൻ നമ്മൾ പഠിക്കണം. അത് കുടുംബത്തിലും ഇടവകയിലും എല്ലാ സാമൂഹ്യ സംഘടനയിലും നിലവിൽ വന്നാൽ നമുക്ക് സമാധാനമായി ജീവിക്കാം. നാം മാത്രം ബുദ്ധിമാന്മാരെന്ന് ഗണിക്കാതെ മറ്റുള്ളവരുടെ ആശയങ്ങളെയും ബഹുമാനിക്കുവാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ആശയങ്ങൾ പൊതുവിന് കൊടുക്കുകയും പൊതുവിന്റെ ചിന്തയെ ബഹുമാനിക്കുകയും ചെയ്യുക. അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.